ഹലോ, ഇന്ന് നമുക്ക് മലബാറീസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മലബാറീസ് മുട്ടാപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ. ഈ ഒരു മുട്ടാപ്പം നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. ഇത് മുട്ടാപ്പം എന്ന് പേരുണ്ടെങ്കിലും ഇതിൽ നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നില്ല. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇതെന്തായാലും ബീഫ് ചിക്കനൊക്കെ കിട്ടുമ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. പച്ചരി ആയിട്ട് എടുത്തിട്ടുള്ളത്. പച്ചരി 1 to 2 hours ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ കുറച്ച് നേരം വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു കപ്പ് വെള്ളം, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കേട്ടോ. മെയിൻ വെള്ളം ഒരു കപ്പ് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഓവറായിട്ട് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. മാവ് പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ടാപ്പം കറക്റ്റായിട്ട് കിട്ടും, നല്ല പൊന്തി വരും കേട്ടോ. ഈ ഒരു മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വെള്ളമാണ് കേട്ടോ. വെള്ളം എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇനി ഇതാ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടും കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം പൊന്തി വരും. ഇത് നമ്മൾ മാവിലാട്ടത് ഇരിക്കുന്ന മാവിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് വെള്ളത്തിൻ്റെ അളവ് നല്ല നോക്കണം. അപ്പോൾ തന്നെ കുറച്ച് കരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ കരിഞ്ജീരകം കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് നോക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കരിഞ്ജീരകം ആഡ് ചെയ്യുമ്പോൾ വേറെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ബാക്കി ബാലൻസ് ഉള്ള കുറച്ച് മാവ് ഞാൻ ദോശ ആക്കി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടത്. ഇത് ദോശയും മാവായിട്ട് നമുക്ക് ദോശ ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കണം മാവ്. ഇത് ഭയങ്കര കട്ടി, മറ്റേ മുട്ടാപ്പത്തിന് ഈ ഒരു കട്ടി വേണ്ട ദോശക്ക് കിട്ടും. അപ്പോൾ ഇതാ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.